മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ അവസാന വ്യക്തിയെയും പുനരധിവസിപ്പിച്ച ശേഷമേ സർക്കാർ ചുരമിറങ്ങൂ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൽപ്പറ്റയിൽ വയനാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടമെഴുതി തള്ളാനാണെങ്കിൽ മറ്റു ചില മാർഗങ്ങൾ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയോ സർക്കാർ ഇടപെട്ടോ, പക്ഷെ അപ്പോഴും സിബിൽ സ്കോർ ബാക്കി നിൽക്കും. ഇതാകുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ കടം മുന്നെടുത്തത് ഒരു ബാധ്യതയായി അയാളുടെ റെക്കോർഡിലോ സിബിൽ സ്കോറിലോ വരില്ലെന്ന് മാത്രമല്ല, ഈ ജീവനോപാധിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കടം കൊടുക്കാനും നിർബന്ധിതമാകും ഇതേ ആളുകൾക്ക് ബാങ്കുകൾ. അതൊരു ചരിത്ര നിയമമാണ് ദുരന്ത നിവാരണ ആക്ട് 2005. കടം വേണമെങ്കിൽ കൊടുത്തു തീർക്കാൻ നമുക്ക് പല വിധത്തിലുള്ള മാർഗങ്ങൾ ആലോചിക്കാം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഇത്തരമൊരു പരിശ്രമത്തിൽ ഏർപ്പെട്ടാൽ, ഇത്തരമൊരു സംവിധാനത്തിൽപ്പെട്ടാൽ സിബിൽ സ്കോർ ഇല്ലാതെ പുതിയ കടങ്ങൾ, പുതിയ വായ്പകൾ എടുക്കാൻ കഴിയുന്ന അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി അക്കാര്യത്തിൽ നമ്മുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ല. ആ പ്രയാസമുണ്ട്. ഇതിനെയൊന്നും പരാമർശിച്ചില്ല. ഒരു തുള്ളി കണ്ണീര് പൊടിഞ്ഞില്ല ആ വരികളിൽ എവിടെയും. പോട്ടെ, അതിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഏതാണ്ട് പണ്ട് കവലകളിലൊക്കെ വെല്ലുപിടിക്കുന്നത് പോലെ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ഈ മുഖ്യമന്ത്രി എവിടെയായിരുന്നു, മന്ത്രിമാരെവിടെയായിരുന്നു, MLA എവിടെയായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയായിരുന്നു, പഞ്ചായത്ത് മെമ്പർമാരെവിടെയായിരുന്നു, ഞാനാണ് ഏറ്റവും ആദ്യം അവിടെ പോയത്, ഞങ്ങളെല്ലാം അവിടെ പോയി നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒരാളെയും കണ്ടില്ല എന്ന് പറയുന്ന ക്രൂരത നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തല്ലേ. 2025-26 സാമ്പത്തിക വർഷത്തിൽ പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കും. പുനരധിവാസം മാതൃകാപരമായി നടപ്പിലാക്കുമെന്നും ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.